ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് എല്ലാ മലയാളികളുടെ ആഗ്രഹം പോലൊരു വീടാണ്. കണ്ടോ, കണ്ട അടിപൊളി ഒരു വീട്. എല്ലാ മലയാളികളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ഇതുപോലുള്ള ഒരു വീട്. ഒരേക്കർ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യണത്. അത് ന്യായമായ വിലയുള്ളൂ. ഏകദേശം ഒരു 40% പൈസ ഇതിന് ചോദിക്കണുള്ളത്. കാരണം ഇവര് മുടക്കിയതിന്റെ ഒരു 40% അത്ര ഇവര് ചോദിക്കണുള്ളത്. കണ്ട മനോഹരമായ ഒരു പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ, ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങളാണ്. ഞാനിതെല്ലാം നിങ്ങളെ നടന്ന് കാണിച്ചു തരാം. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂട്ടോ, കാരണം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയണ്ട. അപ്പൊ നിങ്ങൾ ഈ ഡീറ്റെയിൽ മുഴുവൻ കേട്ടതിന് ശേഷം മാത്രം നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക. അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിക്കണം, കാരണം അത്രയും നല്ല വീടാണ്. നമ്മൾ ഇതേകൂടെയൊക്കെ കേരളം കംപ്ലീറ്റ് ഓടി നടന്നിട്ടാണ് ഓരോ സ്ഥലത്ത് ഇതേകൂടെ വീടൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് കൊണ്ടുവന്നെ. അപ്പൊ നിങ്ങൾ ദയവായിട്ട് ഒരു ലൈക്ക് അടിച്ചെങ്കിലും സഹകരിക്കണം. ഇത് കണ്ട എങ്ങനെയുണ്ടെന്ന് നോക്കി, മംഗോസ്തി, അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള പൂന്തോട്ടം. അത് വീടിന്റെ ചുറ്റും നടക്കാം. കാരണം ഇതിൽ കൂടി നടന്നാൽ തന്നെ മനസ്സിനൊരു സുഖവും. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയാം. അപ്പൊ എല്ലാവരും ഞാൻ ഇതിന്റെ ചുറ്റുപാടുള്ളതൊക്കെ കാണിച്ചു തരട്ടാ. കണ്ട നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടാണ് ഈ വീട് അറേഞ്ച് ചെയ്തേക്കണം. അതിന്റെ ബാക്ക് സൈഡിലും ഒരു ഗേറ്റ് ഉണ്ട്, നടന്നു പോകാൻ വേണ്ടി മാത്രമുണ്ട്. വണ്ടി കയറുന്ന സെറ്റപ്പിലും അല്ല. ഇഷ്ടം പോലെ മാവ്, പ്ലാവ് കാര്യങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ബഡ് മാവുകളാണ്, അത് ഹൈബ്രിഡ് മാവുകളാണ്. ഇതെല്ലാം കായ്ക്കും, എല്ലാ സെറ്റപ്പും ഉണ്ട്. നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കണ്ട ഈ പറമ്പില് ഇല്ലാത്തതായിട്ട് ഒരു ഫലവൃക്ഷങ്ങളും ഇല്ലെന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും നട്ടുപിടിപ്പിച്ച് എല്ലാരും അതേ കൂട്ടായിട്ടുണ്ട്. എല്ലാരും കായ്ക്കണ സെറ്റപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഡ്രാഗൺ ഫ്രൂട്ട്, കറിവേപ്പ് വരെ ഉണ്ട്. അതായത് എല്ലാ കണത്തെ ചെറുനാരകം, ഓറഞ്ച്, ഇനി അപ്പുറത്ത് മുന്തിരി നിപ്പുണ്ട്. അങ്ങനെ എല്ലാ സെറ്റപ്പും ഉള്ളത്. ഒരു വീട്ടിലത്തേക്ക് ആവശ്യമായ എല്ലാ സംഭവവും ഇവിടെ ഉണ്ടെന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ അതിനുള്ള സ്ഥലവും ഉണ്ട്. പിന്നെ നമ്മൾ ആദ്യം തന്നെ കാണിച്ചില്ല, ഒരു ഫ്രണ്ടിലൊരു റബ്ബർ തോട്ടം. അതൊരു 25 സെന്റ് വേറെ സെപ്പറേറ്റ് ആണ്. മുന്തിരിയാണ് കാണുക, മുന്തിരി പടന്നിറക്കണ്ട. ഇത് ബാക്കിലെ സെറ്റ് ഔട്ടാണ്. ആ റബ്ബർ തോട്ടം ഒരു 25 സെന്റ് ഉണ്ട്. അതും കൊടുക്കാനുള്ളണ്ട. അത് മുന്നേ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞ അതും തരും. കാരണം അത് റോഡിന്റെ അപ്പുറം കിടക്കുകയാണ്. ഇത് റോഡിന്റെ ഇപ്പുറവും അല്ല. ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങളാണ്. ഞാൻ കാണിച്ചു തരട്ടെ. ഈ ജാതിയും മംഗോസ്തിയും റംബൂട്ടാനും എന്താ പറയണ, ഇല്ലാത്തതായിട്ടൊന്നുമില്ല. നമുക്ക് ഇവിടെ വന്ന് ഇതിന്റെ പറമ്പിൽ കൂടെ നടന്നാൽ തന്നെ